പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ഇമ്രാനാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താ ഇമ്രാൻ? അതായത് നമ്മുടെ ചാർലിക്ക് പരിക്ക് പറ്റിയിട്ട് ചാർലിക്ക് ഈ സാധനം വെച്ച് കൊടുത്തു. അത് ഒരു ദിവസം നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേ ഇമ്രാനുണ്ട് ഒരു ഉച്ച നേരത്ത് ഞങ്ങൾ 3 പേരകത്തായിരുന്നു. ഇമ്രാനും ചാർലിയൊക്കെ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇമ്രാനെ കാണാനില്ല. ഞാൻ CCTV നോക്കിയപ്പോഴുണ്ട് ഇമ്രാൻ 5 വട്ടം പരിശ്രമിച്ച്. ഞാൻ അവിടെ ഒരു വലയൊക്കെ വെച്ചിട്ടുണ്ട്. മതിൽ ചാടി ഗോവിന്ദചാമിര പോലെ കുറേ വട്ടം പരിശ്രമിച്ച് മതിൽ ചാടി പോയി. മതിൽ ചാടിപ്പോയിപ്പോൾ ഞാൻ അപ്പം തന്നെ ജഗുവിനെ അവിടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു ഇവനെ കിട്ടാനായിട്ട്. സാധാരണ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ചാടാറ്. ഇപ്രാവശ്യം അന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെ തന്നെ ചാടിയത്. രാവിലെ തന്നെ ഒരു 10-12 മണി നേരത്താണ് ചാടിയത് കേട്ടോ. ജഗു ഈ നാടായി നാട് മുഴുവൻ നമ്മുടെ ഈ ചുറ്റുവട്ടമൊക്കെ അന്വേഷിച്ചപ്പോൾ കണ്ടു കിട്ടിയില്ല, ഇമ്രാനെ കാണാനില്ല. അങ്ങനെ ഞാൻ എങ്ങോട്ട് പുറത്ത് പോയി. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് പോയിട്ട് വരുമ്പോഴേ എങ്ങോ പോയിട്ട് തിരിച്ചു വരുമ്പോഴുണ്ട് ഇമ്രാൻ ഇല്ലാണ്ട് അവിടെ വന്നിട്ട് ഇങ്ങനെയുണ്ട് ഇങ്ങനെ നിൽക്കണം. സാരിതന്നെ കൊണ്ടുവന്നിട്ട് വരുമ്പോ ഇമ്രാൻ ഇതിങ്ങനെ കൂളായിട്ട് നമ്മൾ ഇങ്ങനെ വലിയ പോസിൽ ഇങ്ങനെ നിൽക്കില്ലേ, എങ്ങനെയുണ്ട് ഇപ്പം എന്നെ എന്നുള്ള ലെവലില് ഇങ്ങനെ ഒരു ഇതില്. അപ്പം ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ സ്കൂട്ടർ അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് നടന്നു. അപ്പം ഇമ്രാൻ 1-2 അടി ഇങ്ങനെ പിന്നോക്കം വെച്ചു. അപ്പം ഞാൻ മുന്നിലേക്ക് വരുന്തോറും ഇമ്രാത്തിന് പിന്നിരിക്കും പോയി തുടങ്ങി. അപ്പോൾ ആൾക്ക് മനസ്സിലായി പിടിക്കാനെന്ന്. എൻ്റെ കയ്യിൽ ചങ്ങലിയില്ല, ഒരു ചുക്കൂല, ഒന്നുമില്ല. ആള് വേഗം തന്നെ പോയിട്ട് പിന്നെ അല്ലാണ്ട് ഞാൻ വിചാരിച്ചു ഓടിയെന്ന് വിചാരിച്ചു. എന്നെ കണ്ടപ്പോൾ ഓടിയെന്ന് വിചാരിച്ചു. നേരത്തെ അല്ല എൻ്റെ ബെഞ്ച് കസായിരുന്നു, ഓണ ബെഞ്ച്, അതിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് അല്ല ചേട്ടൻ കോഴീനെ പോലെ ഉണ്ട് കയറുണ്ട്, ചരട് കോഴികളെ കെട്ടിയിട്ട് ആ കയറിട്ട് കെട്ടി ഇത് ഇമ്രാനെ കെട്ടിയിട്ട് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടു. അപ്പം ഇമ്രാൻ വിചാരിച്ചു ഇന്ന് നടയടി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു. പക്ഷേ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഇപ്പോൾ തല്ലാറ് പോലും ഒന്നുമില്ല. വന്ന് കൂളായിട്ട് കിടന്നു. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർലിയുടെ അത് മാറണമെന്നില്ല. അങ്ങനെ എന്ത് ആ സാധനം എടുത്തിട്ട് ഇമ്രാനുണ്ട് ഇട്ട് കൊടുത്തു. അതായത് അഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്രാൻ ഇട്ട് കൊടുത്തു. ഈ മോന്തയാണല്ലോ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സാധനം. അപ്പം മതിൽ ചാടാണെങ്കിൽ ഇപ്പോൾ ഈ മോന്തയാണല്ലോ നമ്മളങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഈ സാധനം ഭയങ്കര തടസ്സമാണ്. തോമസ് മംഗലം കേൾക്കണമെങ്കിൽ കേട്ടോട്ടാ, ഇവരെ ഈ നായ്ക്കളും മതിൽ ചാടണമെങ്കിൽ ഏറ്റവും നല്ലൊരു വഴി ഇതാണെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് ചാടുമെന്ന് അറിയില്ല. പകല് ഇത് ഇട്ട് കൊടുക്കും, രാത്രി മരുന്ന് പരത്തിയിട്ട് ചാർലിക്ക് ഇട്ട് കൊടുക്കും. രണ്ടൊരു പരസ്പര ധാരണ അടിസ്ഥാനത്തില് ഒരെണ്ണം കൂടി കൂടുതൽ ഒരെണ്ണം കൂടി വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞു. 150 രൂപ 125 രൂപയും കൂടി ഇതിനുള്ളൂ. 2 പേരിട്ട് ഹാപ്പി ആയിട്ട് നടന്നോളൂ. ഇപ്പൊ ചാർലി ഭയങ്കര സന്തോഷം. അയ്യോ പറഞ്ഞ കാര്യം വന്നിട്ട് ഞങ്ങളുടെ ഡ്രസ്സ് മാറി എങ്ങടെ പോകണമെന്നറിയോ എന്നിട്ട് നമ്മുടെ പെയിൻ്റ് അടിക്കാൻ പറ്റുന്ന മഹേഷൻ ശിവിയില്ലേ, അടുത്ത മഹേഷിൻ്റെ കല്യാണമാണ്. മഹേഷിൻ്റെ പ്രതികാരമാണ് ഇന്ന് നടക്കാൻ പോണത്. ആ കല്യാണത്തിന് ഞങ്ങൾ പോവാണ്. കല്യാണം മിനിഞ്ഞാന്ന് കഴിഞ്ഞു അല്ലേ? ഇന്ന് റിസപ്ഷൻ അല്ല, കല്യാണം റിസപ്ഷൻ ബുധനാഴ്ച താലികെട്ട് കഴിഞ്ഞു അമ്പലത്തിൽ. അതിനും രണ്ട് മാസം മുന്നേ രഹസ്യമായി രജിസ്റ്റർ ചെയ്ത് മറ്റേ ഇതില്ലേ മറ്റേ പറയാ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ പതിച്ചിട്ട് അതിന്റെ 1 മാസം മുന്നേ അപ്ലിക്കേഷൻ കൊടുത്തു. അപ്ലിക്കേഷൻ കൊടുത്ത് അവർ നോട്ടീസ് ബോർഡിൽ ഇടില്ലോ. എന്നിട്ട് 1 മാസം ഇട്ടിട്ട് പരാതി വന്നില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ഇല്ല അറിഞ്ഞല്ലേ. എന്നിട്ട് കല്യാണം കഴിഞ്ഞു. അപ്പം ആ കല്യാണത്തിന് ഞങ്ങൾ പോവാണ്. ഓളരിയിലാണ് കല്യാണം. അല്ലാണ്ടും സീമ ചേച്ചി അവിടെ ഉണ്ട്. അവര് അവിടെ അല്ലചേട്ടൻ്റെ വീട് പെയിന്റിങ്ങിന് അവിടെ പോയപ്പോൾ അവരായിട്ട് ഭയങ്കര കമ്പനിയായി അല്ലചേട്ടൻ. അപ്പൊ ഇവിടെ അവര് പണിക്ക് വരുന്നെങ്കിലൊക്കെ അല്ലചേട്ടനും ചേച്ചിയും കാണാൻ വരെ അല്ലെങ്കിൽ അവര് വന്നില്ലെങ്കിൽ ഇവര് പോണ വഴിക്ക് അവിടെ കയറും. അങ്ങനെ അപ്പൊ അവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോവാണ്. ഇത് ദിവലത്തെ ഡ്രസ്സാണ് കേട്ടാ. നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ ഇത് ഇങ്ങനെ ഇടാൻ തുടങ്ങി ഇനിയിപ്പോ അവിടെ വിൽക്കാൻ ഡ്രസ്സ് ഉണ്ടാവും. പക്ഷെ അവിടെ ഉണ്ട്. അത് നമ്മളിപ്പോ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് 4-5 എണ്ണത്തിന്റെ സെറ്റായിട്ട് കിട്ടുക. മീഡിയം തൊട്ട് XXL വരെ അല്ലെങ്കിൽ XXL വരെ. ഈ മീഡിയത്തിന് അധികം ആരും വരുന്നില്ല. മീഡിയം എല്ലാവർക്കും XXL അല്ലെങ്കിൽ XXL. ലാർജ് തൊട്ടേ വേണ്ടോ, മീഡിയത്തിലേക്ക് ഒരാൾക്കും നോക്കണില്ല. അപ്പൊ മീഡിയം എപ്പോഴും അവിടെ ഇരിക്കണ്ടോ എന്നെയും നോക്കി. അപ്പൊ ഞാൻ ഷേപ്പാക്കി ഇതിപ്പോ എനിക്ക് ഇടാം, തന്നിക്കിടാം, പിന്നെ തന്നെയാ പിള്ളേർക്കും ഒക്കെ ഇടാലോ. അങ്ങനെ നമ്മള് ഡ്രസ്സൊക്കെ മാറി മാറി ഇടും. ഇതിന് കടയിൽ ഇടില്ല കേട്ടാ. വണ്ടി എടുക്കാൻ പോണ്. ഇതിന് തിരിച്ച് കടയിൽ കൊണ്ടിടില്ല കേട്ടാ. അങ്ങനെ പറയായിരിക്കോ. അപ്പൊ ഇമ്രാന് ഈ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മതിൽ ചാടില്ല എന്ന് വിചാരിച്ചിട്ടാണ്
നമ്മൾ പോകുന്നത്. ഈ കമ്മലൊക്കെ ഞാൻ ബോംബെന്ന് വാങ്ങിച്ചതാട്ടാ, ഷോപ്പിൽ വെച്ചിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയൊരു പ്രതീക്ഷയിലാണ് ഞങ്ങള് പോന്നിട്ട്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോഴേ കൊടുക്കാൻ തോന്നണില്ല. അയ്യോ നോക്കിയോടെ ചെഗുവാ, ഒറ്റ മൈന ഇല്ലേ. എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. പട്ട 2 ഉണ്ട്. ആ നീ കൂളിംഗ് ഗ്ലാസ് കൂടെ നോക്കി 2 എണ്ണമായിട്ട് തോന്നണെന്ന് വിചാരിച്ചാ. അത് 2 പട്ടയുണ്ട്. 2 മൈനുണ്ടാ? ആ 2 ഉണ്ട്. ഓ രക്ഷപ്പെട്ടു. അപ്പൊ ഫുഡ് നല്ലതായിരിക്കും. ഗേറ്റ് അടച്ചോ? ഇമ്രാൻ, ചാർലി, ടാറ്റ ബൈ ബൈ, ഇപ്പൊ വരാട്ടാ. ഇമ്രാൻ ശരിക്കും ഈ തേങ്ങ എന്തിനാ എനിക്ക് ഇട്ടെന്നേക്കണേ? അവനല്ല അസുഖം, മുറിവ് അല്ലേ ഇമ്രാനെ? അല്ല ചേട്ടൻ ചേച്ചി ദേ നമ്മളെ കാത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. നമ്മളിതേ ഇനി പോവാണ്. ജഗ്ഗു വേണ്ട, ജഗ്ഗു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട്. ഇവിടേക്ക് എത്തിയിട്ടാ. അപ്പൊ വണ്ടി നിർത്തി നമ്മള് അങ്ങോട്ട് പോവാണ്. അടുത്ത കല്യാണച്ചക്കൻ ഓടുന്നത് പറഞ്ഞപ്പോ കണ്ടില്ലേ? മുടി കെട്ടിയാ എന്തേ? അപ്പൊ കല്യാണാലോചന തുടങ്ങി. കല്യാണാലോചന വരുമ്പോ പനി വരുമോ? അപ്പൊ ഇവിടെയാണ് നമ്മുടെ കല്യാണ സ്ഥലം കേട്ടോ. അത് ഈ ഒരു വലിയൊരു കോളാണ് ഇവിടെ. ഇത് കോർപ്പറേഷന്റെ സോണൽ ഓഫീസാണ് അയ്യന്തോള്. പിന്നെ ഈ വഴി അങ്ങോട്ട് പോണത് എങ്ങടാ നിനക്കറിയില്ലേ? നല്ല ശാന്തമായ സ്ഥലം, രസകരമായ ഇവിടുന്ന് അങ്ങോട്ട് നീറ്റില്ല, അവിടെ ഇല്ല. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് കഴിഞ്ഞിട്ട് ഫുഡല്ല, അവരെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വിജയന്റെ ആദ്യം ശരിക്കുള്ള സുഖാന ആദ്യം വന്നു വായല്ലേ ഫുഡ്. ഇത് കോർപ്പറേഷന്റെ വണ്ടികൾ എടുക്കുന്നുണ്ട, മറ്റേ ബാസ് കൊണ്ടുപോകുന്ന വണ്ടികളാണ് ഇവിടെ കുറെ എണ്ണം എടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ മോളിലാണ് ഹാള് അല്ലേ? അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കാം. വാ, ജഗുണ് ഷൂട്ട് ചെയ്യുന്നുണ്ടോ? ജഗു അങ്ങോട്ട് നടന്നാ. എന്താ കൂളിംഗ് ഗ്ലാസ് ഊരിയേ? കൂളിംഗ് ഗ്ലാസ് വെച്ചോ? വണ്ടനൊരു കുളമാണ്, ചണ്ടി കിടക്കുന്നുണ്ട്. ആ അതെ, ഇവിടെ മഹേഷ്, അപർണ, അതെ ഫോട്ടോട്ടാ. അല്ല ഫോട്ടോ ബോർഡ്. ആ അതെ ശിവ. അധികം പേരിക്കില്ല തോന്നുന്നു. ആ വരാ. അല്ല ചേട്ടന്റെ ഭാര്യ ഇത് ശിവരാമ്മാട്ടാ. അമ്മീ മോനെ നല്ല മോശമായില്ലേ? സ്റ്റേജിലേക്ക് പോവാട്ടാ. കുഞ്ഞു കല്യാണാട്ടാ, അധികം പേർക്കൊന്നും ഇല്ല കേട്ടാ. ആ വരാം. അപ്പൊ ഞങ്ങള് മഹേഷിന്റെ ബാഗ് അവിടത്തിലേക്ക് അറിയോ ഞങ്ങളെ? നമ്മളത് സംസാരിച്ചു. അതെ, സബ്സ്ക്രൈബർ ആയാ? അതെ, അറിയായിരുന്നു. അല്ലേ ഭാര്യ സീമ ചേച്ചി. ഒരു കല്യാണം കഴിച്ചാണ് അവിടെ. ആ അറിയാം, വീഡിയോ പണ്ടേ കാണാറുണ്ടെന്ന്. അല്ല ചേട്ടാ പ്രത്യേക ജഗ് പോയാ മതിയാ, ആരെങ്കിലും പോയിക്കോ. இரவும் அல்லாத பகலும் அல்லாத பொழுதுகள் உன்னோடு கழியுமா? தொடவும் கூடாத படவும் கூடாத இடைவெளி அப்போது குறையுமா? மடியினில் சாய்ந்திட துடிக்குதேன், மறுபுறம் நாளவும் துடிக்குதேன்.
இதுவரை யாரிடவும் சொல்லாத காதல் கண்கள் இரண்டாள் உன் கண்கள் இரண்டாள் என்னை கட்டி இழுத்தாய் போதாதுன்னு சின்ன சிரிப்பில் ஒரு கள்ளச்சிரிப்பில் என்னை തള്ളിവിട്ട് മൂടി മറൈത്തായ് തള്ളിവിട്ട് ഇവിടെ വരയ്ക്ക് എത്തി അല്ലേ? തള്ളിവിട്ട് ഇവിടെ വരയ്ക്ക് എത്തിച്ചു. അപ്പൊ ഞങ്ങള് നീങ്ങാണ്. അല്ല ഞാൻ അവിടെ ഉണ്ട്. ശരി അവിടെ ഉണ്ട് ട്ടാ. അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ്. അപ്പൊ നിങ്ങളെ അതെ അല്ലാന്ന് ഇവിടെ രണ്ടുപേരും കൂടി അങ്ങോട്ട് വീട്ടിൽ വന്നല്ലോ ഒരു ദിവസം. അതന്നെ വീട്ടിൽ വന്നോളോ. വീട്ടിൽ വന്നല്ലോട്ടാ. ശരി എന്തെങ്കിലും കൊണ്ട് വരണം. ഇവര് വരും കേട്ടോ, നമ്മുടെ വീട്ടിൽ വരും. ഇത് ആ ശിവര മേമര മോൻ അനീഷ്. ഇവിടെ ഇനി വീട് ഷൊർണൂര്. ആ വാഴലിക്കാവ്. നിങ്ങൾ വാഴലിക്കാവിലേക്ക് പോണത് ആളുടെ അവിടേക്കില്ലേ? മനോഹരമായ സ്ഥലമാണ് ആളുടെ അവിടുത്തെ വാഴലിക്കാവ്. കണ്ടില്ലേ കുറേ സിനിമകളുടെയും ഇതിന്റെയൊക്കെ നല്ല ഭംഗിയുള്ള അമ്പലമൊക്കെ ഉള്ളതല്ലേ. ഞങ്ങളവിടെ വന്നു. ഞങ്ങൾ വന്നിട്ട് പിന്നെ അവിടെ ഈ വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായ അവിടെ പാടത്തേക്ക് വന്നിട്ട്. അതിന് വന്ന ഒരു നട്ടുച്ച സമയമായിരുന്നു. വേറെ എവിടേക്കോ പോയിട്ട് വരുന്ന വഴിക്ക് ഇത് നല്ല ഭംഗിയുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങനെ വന്നതാ. പിന്നെ അങ്ങനെ വന്ന് ഞങ്ങൾ അവിടെ നിർത്തിയൊന്നുമില്ല. കുത്താമ്പള്ളിക്ക് പോയിപ്പോ ഷൂട്ടിങ്ങിന് വരും ആൾക്കാർ. ഷൂട്ടിങ്ങിന് വരും. ശരി ശരി ശരി. മഹേഷിന്റെ നേരെ മൂത്ത ചേട്ടനല്ലേ? രണ്ടാമത്തെ ചേട്ടൻ. എന്താ വർക്ക് ചെയ്യണപ്പോ? പെൺകുട്ടിയുടെ അമ്മ, അമ്മായിമ്മ, മകേഷിന്റെ അമ്മ. ഈറൻ മൂടി കോതി ഒരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ രാമെല്ലാ തീരത്തെ ഓളങ്ങൾ തീരത്ത് ദാഹത്തിൻ താളങ്ങൾ നാമിനി നാം പോയിടാം വെണ്ണതി പോലൊഴുകിടാം മിന്നൽ വാട കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ മിന്നൽ വാട കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. ഫുഡ് കഴിച്ച് വയററിഞ്ഞു. ഞങ്ങള് നീങ്ങാണ്. ഇനി ഒരു ദിവസം വാഴലിക്കാവ്
ആളുടെ വീട് വാഴാലിക്കാവിലാണ്. അവിടേക്ക് ഒരു ദിവസം പോകണം. നമ്മൾ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് അവിടെ പോയിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ചുട്ട വെയിലത്താണ് പോയത്. ഭക്ഷണം കഴിച്ചോളൂന്നല്ലേ എന്നോട് പറഞ്ഞോണ്ടിരിക്കുക. ഭക്ഷണം കഴിച്ചോളോ, ജഗ്ഗുവിന് ഭക്ഷണം കൊടുത്തോളൂന്ന് നേരത്തിന്. ക്ഷീണിച്ചിരിക്കണോന്ന്. ഇവള് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണ് ചെയ്യണത്. അതന്നെ അസുഖങ്ങള് വരും. ഇനി കടി വെച്ചാ വയസ്സായി തുടങ്ങി. വയസ്സുണ്ട് അതന്നെ. ഇനി നമുക്ക് ആ IM വിജയൻ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, അവിടേക്ക് ഒന്ന് പോയി വെക്കാം. ഇല്ല, അത് അവിടെ ഈ വഴിക്കാണ്ട് പോയിട്ട് അങ്ങോട്ടാണ് പോയാൽ മതി എന്ന് തോന്നുന്നു. എനിക്ക് വഴി അറിയാം. അത് നിങ്ങൾ ഇതിലാണ്ട് പോയിട്ട് കുറച്ചാണ്ട് പോയിട്ട് അങ്ങോട്ട് പോയാൽ പോലെ. നമ്മള് IM വിജയൻ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അവിടേക്ക് പോകണട്ടാ. ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇതായിട്ട്. അവിടെ അടച്ചിട്ടൊക്കെ കടക്കാൻ പറ്റില്ലെന്നുണ്ട്. അതെ, വൈകുന്നേരം സമയമായിട്ടാ. അപ്പൊ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് വരുന്ന കടക്കാം. അതിന്റെ ഉള്ളില് ഇപ്പൊ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു ബോർഡ് പോലും ഇല്ലല്ലോ അല്ലേ? ബോർഡ് വാ അതന്നെ ഗേറ്റ് ഇതിൽ കിടക്കാം. വലിയ സെറ്റപ്പല്ലേ? ഭയങ്കര സെറ്റപ്പാണ്. ഒരു വിശാലമായ സ്ഥലാട്ടത്. എന്റെ അമ്മേ നോക്കിയേ, എന്ത് നല്ല കാറ്റാ. അവര് രണ്ടുപേര് അവിടെ ഇരിക്കണ ഒരു വീടിന്റെ ഉള്ളിൽ നടക്കാൻ വന്നവരാ. അത് കുഴപ്പമില്ല. ഇവിടേക്ക് നടക്കാനൊക്കെ വരുന്ന ആൾക്കാര്. അങ്ങോട്ട് കൊറേ ദൂരം ഉണ്ടിട്ടാ. ഇത് വാ, അവിടേക്ക് പോയി വെക്കാം. അവിടേക്ക് പന്ത് കളിക്കുന്നിടത്ത് ഇങ്ങോട്ട് നടക്ക്. ഇത് IM വിജയന്റെ പേരിലുള്ള ഷിപ്പിലുള്ളതാണോ? IM വിജയന്റെ പേരിലുള്ള ഇൻഡോർ സ്റ്റേഡിയം അല്ല, ഞാൻ ചോദിക്കണത് ഗവൺമെന്റിന്റെ ആണോ? കോർപ്പറേഷന്റെ ആണല്ലേ? ശരി. ഇത് മറ്റേ ട്രഞ്ചിങ് ഗ്രൗണ്ട് ആയിരുന്നു. മറ്റേ ഈ സാധനങ്ങൾ വേസ്റ്റ് കൊണ്ടുവന്ന സ്ഥലമായിരുന്നു. അതിനിങ്ങനെ മാറ്റിയേ. അവിടെ വലിയ ഗ്രൗണ്ട് ഉണ്ട് കേട്ടാ. നോക്കിയ പന്ത് കളി ഗ്രൗണ്ട്. പിള്ളേർ കളിക്കണണ്ട. വീട്ടിലത്തെ കുട്ടികൾക്ക് സുഖല്ലേ? ഇവിടെയുള്ള ആളുകൾക്ക് സുഖം. കണ്ട ഗാലറി ഉണ്ട്. ഗാലറി അപ്പുറത്ത് വേറെ കളിക്കാനുള്ളത്, അപ്പുറത്ത് വേറെ മറ്റേ ഷട്ടിലേക്ക് അവിടെ കളിക്കാനുള്ളതൊക്കെ ആവേ. ഇവിടെ നടക്കാനും ഇതിനൊക്കെ ഇവിടെ ഉള്ളവർക്ക് നല്ലൊരു ഇതായില്ല. വ്യായാമത്തിന് വരാൻ, ഈവനിങ് വാക്കിന് വരാനൊക്കെ പറ്റും. ക്രിക്കറ്റ് എല്ലാ കളികളും ഉണ്ട്. ഈ ടർഫ് വേണ്ട ഇങ്ങോട്ട്. മറ്റേതല്ല, ആർട്ടിഫിഷ്യൽ ഗ്രാസ് പോലത്തെ അല്ലേ? പക്ഷെ ഇത് ഇത്തിരി കനം കൂടിയതാവും. ഫുട്ബോൾ കളിക്കുള്ള സ്ഥലമുണ്ട്, അല്ലാണ്ട് അല്ല ഇപ്പോഴത്തെ സമയത്തൊക്കെ വൈകുന്നേരം വന്ന് കളിക്കാൻ പറ്റുള്ളൂ. ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്ന നടത്തി ഇവിടൊക്കെ സന്ധ്യാസമയായി. ഇവിടെ ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. കളി കാണാതിരിക്കാൻ വല്ല മത്സരങ്ങൾ വല്ലതൊക്കെ നടക്കുമായിരിക്കും കാണാനിരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ മുകളില്. അതന്നെ VIP-കൾക്കൊക്കെ ഇരിക്കാനൊക്കെ പോവല്ലേ? അപ്പൊ ആ ബിൽഡിംഗ് അത് ഇൻഡോർ, അതിന്റെ ഉള്ളിലാണ് ഇൻഡോർ സ്റ്റേഡിയം. ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വന്ന് മുതലായില്ലേ? അടിപൊളി. 0.5 അറിഞ്ഞപ്പോഴാണ് കൂടുതൽ മതിപ്പ് തോന്നണേ. 50 കോടിയായിട്ട് ചെലവഴിച്ചിട്ടാണിത് ഉണ്ടാക്കിയോണത് തോന്നുന്നു. നമുക്ക് ഇതിനെ കുറിച്ച് മുഴുവനായിട്ട് ഡീറ്റെയിൽ അറിയില്ല. പക്ഷെ അധികം നാളായിട്ടില്ലേ? ഞാൻ അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ കുറേ ദൂരം ഉണ്ട്. നോക്കിയാ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അവിടെ വെക്കി കുറച്ച് നടക്കാം. നിങ്ങൾ നടന്നിട്ട് വാ. നീ വാ. അല്ല ചേട്ടൻ മൈക്ക് വെച്ചരാം. വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ മൈക്ക് വെച്ചിട്ട് പെണ്ണുങ്ങളിൽ ഞാൻ വന്നിട്ട് ആണുങ്ങൾക്ക് പ്രസക്തി. ചേട്ടനല്ല എന്നോട് ഇപ്പൊ കല്യാണത്തിന് പോവാൻ വേണ്ടിട്ട് ഇപ്പൊ ഇറങ്ങുമ്പോ ഡ്രസ്സ് മാറി ഇറങ്ങുമ്പോ പറയാ, നിങ്ങളൊക്കെ എന്തുട്ടിന് ഒരുങ്ങണ്, നിങ്ങളൊക്കെ ആര് നോക്കാനാ?
ആരെ കാണിക്കാൻ ആരും നോക്കാനെന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു ആരും നോക്കാൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തിട്ടൊരു വാക്ക് പറഞ്ഞു ചേട്ടൻ? ഞാൻ പറഞ്ഞു എന്തിനാ ഒരുങ്ങണെന്ന് പറഞ്ഞു, നിങ്ങൾക്കാണ് ഇത് കൂട്ടണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭംഗി ചേട്ടൻ ഇപ്പൊ എന്റെ പറമ്പിലേക്ക് കളയ്ക്കാൻ പോകുമ്പോ പോണ ഒരു ഷർട്ട് ഉണ്ട് എടുത്തിടുന്നു. അപ്പൊ ഞാൻ നമുക്ക് എന്തിട്ടാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാനത് മാറാൻ പറഞ്ഞിട്ട് ഇതിടാൻ പറഞ്ഞു. ഈ പാന്റിന് മാച്ച് ഇതാന്ന് പറഞ്ഞിട്ട് ഇത് എടുത്തു കൊടുത്തു. അതാണ് പറയുന്നത്. അല്ലാണ്ട് ഞാനും വല്ലതും പറഞ്ഞു നിങ്ങളൊക്കെ ആരും നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ ഒരു വാക്കേ പറയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഡയലോഗ് അടിച്ചു, അതെന്തിട്ടാന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയും കിട്ടുന്നില്ല തേങ്ങ. ഞാൻ പറഞ്ഞുതരാം വിശദമായി എന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ഒക്കെ തുടിച്ചത് അങ്ങോട്ട് കണ്ടമാനെ എരിയിട്ടാ. ഇതിന്റെ ഉള്ളൊന്നും തുറന്ന് കണ്ടിട്ടില്ലേ നമ്മള്? ഫുള്ള് എ സി എന്നാണ്. അങ്ങനെ നടക്കണില്ലേ ഞങ്ങള്? തിന്നതൊക്കെ ദഹിക്കും. ഇവിടെ കാറ്റ് നല്ല കാറ്റാണ്. ഇപ്പൊ നടക്കാൻ ഇതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അങ്ങോട്ട് കണ്ടമാന സ്ഥലം അങ്ങോട്ട് എടുക്കുന്നുണ്ടാ. ഞാൻ പണ്ട് ഈ വശത്തി വന്നിട്ടുണ്ട്, ഇങ്ങനെ കൂമ്പാരം കൂട്ടി വേസ്റ്റ് കാണാൻ വേണ്ടി. വേസ്റ്റ് ഇതില് വന്നപ്പോ വേസ്റ്റ് കണ്ടിട്ട് ഇപ്പഴല്ല കുറെ കൊല്ലം. അതൊക്കെ ഇങ്ങനെ അവസാനിപ്പിച്ച് പോകുന്നുണ്ട്. എന്തായാലും മനോഹരമാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം. ഇവിടുത്തെ 50 മീറ്റർ ഇല്ല ഈ ഇവളുടെ ഗ്രീഷ്മേരെ. അപ്പൊ ഞാൻ വന്നപ്പോ ഇതിന്റെ അടുത്ത് വന്ന് നോക്കിണ്ടായിരുന്നേ. ഇവിടെ സ്ഥലം സീമ ചേച്ചിയുടെ നാത്തുന്റെ വീട് ഇവിടെ അടുത്താണ്. ശരിക്കും വേസ്റ്റ് ആയിരുന്ന സമയത്ത് ഇവിടെ ഒന്നും സ്ഥലത്തിന് വില ഉണ്ടാവില്ല അല്ലേ? കുറ്റം പറഞ്ഞു. ഈ വേസ്റ്റ് കണ്ടിട്ടാണ് ആൾക്കാർ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത്. വില കുറവായ കാരണം. ഇപ്പൊ വേസ്റ്റിന്റെ അവിടേക്ക് പോവാണ്ടേ കുറ്റം പറയുന്നുണ്ട്. വർഷകാലം അതിന്റെ വെള്ളങ്ങളൊക്കെ ശവങ്ങളും എല്ലാം കൊണ്ടിടല്ലോ. നല്ല കാറ്റ്, നല്ല സുഖം, പറ്റിയ സ്ഥലമാണ് നടക്കാനൊക്കെ ആയിട്ട് എല്ലാം കൊണ്ടും. അപ്പം ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോണ്. അപ്പോൾ അടിപൊളി സ്ഥലം തൃശ്ശൂര്. ഇങ്ങനത്തെ ഒരു സ്ഥലം മാറ്റിയെടുത്തതിൽ നന്നായിട്ടുണ്ട്. കല്യാണത്തിനെ കുറിച്ച് പറയും. കല്യാണത്തിനാണ് നമ്മൾ വന്നേക്കണം. കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു കല്യാണമാണ്. അല്ലാണ്ട് കണ്ടമാനം പേരെ കൂട്ടിയിട്ടുള്ളൊരു കല്യാണമല്ല. ഇനി മഹേഷ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പെണ്ണിനെയും കൊണ്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി യാത്രയില്ല. അപ്പോൾ നിർത്താം.